അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിരിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മണ്ണാർക്കാടുകാരനായ മൻസൂർ അലി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ മോശമാക്കുകയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ 1-2 വീഡിയോ ശ്രദ്ധിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്, പരിശുദ്ധമായ ഖുർആനും ദീനിൻ്റെ നിയമങ്ങളും ഒക്കെ വളരെ കൃത്യമായി താൻ മനസ്സിലാക്കി, തന്നെപ്പോലെ മനസ്സിലാക്കിയ വേറെ ആരുമില്ല, താൻ മനസ്സിലാക്കിയതൊക്കെയാണ് ശരി എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ അയാൾ സ്വന്തം വകയായിട്ട് ഞാൻ മനസ്സിലാക്കിയ ശരികൾ, ഞാൻ മനസ്സിലാക്കിയതെന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയ ശരികൾ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആദർശങ്ങൾക്ക് വിഭിന്നമായ ചില ദുഷിച്ച ആശയങ്ങൾ തൻ്റെ ചാനലിലൂടെ അദ്ദേഹം പ്രചരിപ്പിക്കുകയുണ്ടായി. ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ സക്കീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിനെ ഫോൺ വിളിച്ച് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ സംസാരം റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം എന്ത് ചെയ്തു, അപ്ലോഡ് ചെയ്തു. മൻസൂർ അലി. അപ്പോൾ ഈ സക്കീർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ EK സംസ്ഥയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൻസൂർ അലിയോട് സംസാരിക്കുന്നത്. ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ബഹുമാനപ്പെട്ട കുളത്തൂർ അലഫി സക്കാഫി ഉസ്താദ് അവർകൾ ഫൈസൽ മൗലവിക്ക് നൽകിയ ഒരു മറുപടി, അതായത് മങ്കൂസ് മൗലൂദിൽ 50 കളവുകളുണ്ട് എന്ന പച്ചക്കള്ളം ഫൈസൽ മൗലവി പറഞ്ഞപ്പോൾ അതിനെ പൊളിച്ചടക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കുളത്തൂർ അലഫി സക്കാഫി ഉസ്താദ് ഒരു വിശദീകരണം നൽകുകയുണ്ടായി. എന്നാൽ ആ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൻസൂർ അലി എന്ന് പറയുന്ന ഇദ്ദേഹം തൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തു. അതിൽ ഫൈസൽ മൗലവിയെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം ചോദ്യം ചോദിക്കുന്നത് എനിക്ക് തോന്നി ഈ ചോദ്യത്തിൽ നിന്നും. അപ്പം അദ്ദേഹം ഈ മൻസൂർ അലി എന്ന് പറയുന്ന വ്യക്തി മുജാഹിദാണ് എന്ന രൂപത്തിലാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ മുജാഹിദാണ് എന്ന രൂപത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ മുജാഹിദല്ല എന്ന് പറഞ്ഞ് അയാൾ മാറുകയാണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം മുജാഹിദ് അല്ല എന്ന് പറയാനുള്ള കാരണം വഹാബിസത്തിൻ്റെ ആശയപാപ്പരത്വം ഇയാൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ മുജാഹിദാണെന്ന് പറഞ്ഞാൽ അവരുടെ ആശയങ്ങൾ എടുത്തിട്ട് ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം മുട്ടിപ്പോകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും മൻസൂർ അലി ഞാൻ മുജാഹിദുകാരനല്ല എന്ന് പറയുകയും മുജാഹിദിൻ്റെ ആശയങ്ങൾ തൻ്റെ ചാനലിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹം ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് ആരുടെയോ ചാരനായി പ്രവർത്തിക്കുകയാണ്. രണ്ടാലെന്തോ ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതിനു മാത്രം വലിയ വിഷയങ്ങൾ പറയാനുള്ള വിവരമൊന്നും ഇയാൾക്കില്ല എന്നുള്ളത് ഇനി വരാൻ പോകുന്ന വിശദീകരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം ഇദ്ദേഹം വിളിച്ചപ്പോൾ, ഈ സക്കീർ വിളിച്ചപ്പോൾ പറഞ്ഞൊരു സംഗതിയുണ്ട്. സക്കീർ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞത് ഞാൻ മുജാഹിദല്ല, അതുപോലെ തന്നെ മുജാഹിദിന് സപ്പോർട്ടോ അല്ലെങ്കിൽ സുന്നികൾക്ക് എതിരോ അല്ല എന്നാണ് ഇദ്ദേഹം ഈ സക്കീറിനോട് പറഞ്ഞത്. അതൊന്ന് നിങ്ങൾ കേൾക്കുക. എതിർക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മുജാഹിദ് വിഭാഗം എവിടെ ഉണ്ടെങ്കിലാണ് ഇത് ഒരു കാര്യം കളവല്ല അത് സത്യമാണെന്ന് അവർ മനസ്സിലാക്കുക? എനിക്കറിയില്ല, ഞാൻ മുജാഹിദല്ല. മുജാഹിദ് നിങ്ങളുടെ അടുത്ത് ചോദിക്കണം നിങ്ങൾ അതിനെ കുറിച്ച്. ഇവിടെ ഞാൻ മുജാഹിദിന് സപ്പോർട്ടോ അല്ലെങ്കിൽ സുന്നി എന്ന് പറയുന്ന സമസ്തയ്ക്ക് എതിരോ ഒന്നുമല്ല. സത്യം പഠിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പഠിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. പക്ഷേ ഇയാൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സക്കീറിന് കുറേ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ. എന്താണ് ആ നൽകുന്ന ഉപദേശം? നിങ്ങൾ ഖുർആൻ അർത്ഥസഹിതം തുടക്കം മുതൽ അവസാനം വരെ ഓതിയിട്ടുണ്ടോ? നിങ്ങൾ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓതിയിരുന്നുവെങ്കിൽ
ഇതിൻ്റെ അർത്ഥം പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുമായിരുന്നില്ല എന്നൊക്കെയാണ് പിന്നീട് മൻസൂർ എന്ത് ചെയ്യുന്നത്, തട്ടിവിടുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കി. നിങ്ങളൊരു ആവർത്തിയെങ്കിലും പരിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ ഓതിയിട്ടുണ്ടോ? ഓതിയിട്ടുണ്ട്. ഓതിയിട്ടുണ്ട്. അത് അർത്ഥസഹിതം നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുർആൻ എന്നുള്ള അത് ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാവർത്തിയെങ്കിലും അർത്ഥസഹിതം നിങ്ങളൊന്ന് വായിച്ചിരുന്നുവെങ്കിൽ അവിടെ ഈ മാല മൗലൂദിന് വിരുദ്ധമാണ് അള്ളാഹു പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും നിങ്ങൾ അർത്ഥസഹിതം പഠിക്കുക. ഉണ്ടോ? അപ്പോൾ സക്കീറിന് നല്ല ഉപദേശം നൽകുകയാണ്. എന്ത്? പരിശുദ്ധമായ ഖുർആൻ ഒരു തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അർത്ഥസഹിതം പഠിക്കുക. ഇങ്ങനെ അർത്ഥസഹിതം മൻസൂർ അലി പഠിച്ചതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ഉപദേശം നൽകുന്നത്. കാരണം ഇയാൾ പഠിക്കാതെ സക്കീറിന് ഉപദേശം കൊടുക്കാൻ പറ്റൂല എന്നുള്ള വിവരം ചിലപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിരിക്കാം, മൻസൂർ അലിക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഇദ്ദേഹം പഠിക്കാതെ അത് പറയൂലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇദ്ദേഹം അർത്ഥസഹിതം ഖുർആൻ എന്ത് ചെയ്തു, തുടക്കം മുതൽ അവസാനം വരെ പഠിച്ചപ്പോൾ എവിടെ എത്തി? ഇയാൾ മുജാഹിദുകാരനല്ല എന്ന് പറയുകയും എന്നിട്ട് വഹാബിസത്തിൻ്റെ ആശയങ്ങൾ പറയുകയും ചെയ്യുകയാണ്. അതായത് മുജാഹിദുകാർ ഇസ്തിഗാസയെ എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പദമാണ് വിളിച്ചു തേടുക എന്നുള്ളത്. എന്നാൽ ഈ വിളിച്ചു തേടുക എന്നുള്ളതിൻ്റെ അറബി പദം ഏതാണ്? ഏത് പദത്തിനാണ് ഈ വിളിച്ചു തേടുക എന്നുള്ള അർത്ഥമുള്ളത് എന്ന് വഹാബികളോട് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. അപ്പോൾ ഈ മൻസൂർ അലിക്ക് വിളിച്ചു തേടുക എന്നുള്ള അർത്ഥം എവിടെ നിന്ന് കിട്ടി? ഇദ്ദേഹം ആരുടെ ആലയത്തിൽ ചെന്നാണ് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പഠിച്ചത്? അതൊന്ന് മൻസൂർ അലി പറയേണ്ടതുണ്ട്. മൻസൂർ അലി തുടക്കം മുതൽ അവസാനം വരെ ഖുർആനിൻ്റെ ആശയം പഠിച്ചിട്ട് അയാൾ എത്തിപ്പെട്ടത് ഏതൊരു ആദർശത്തിലേക്കാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അല്ലാത്തവരെ വിളിച്ചു തേടുന്നത് എന്തദോഹും ലായസ്മോ ദുആക്കും പല സമയവും അസ്തജാബൂലക്കും എന്ന് പറയുന്നത് സൂറത്ത് ഫാത്തിറിലെ 14-ാമത്തെ ആയത്താണ്. ഇൻതദോഹും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ ലായസ്മോ അവർ കേൾക്കൂല, മസ്തജാബൂലക്കും അവർ ഉത്തരം ചെയ്യൂല എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ്. വഹാബികൾ പറയുന്ന അതേ അർത്ഥം. ഇൻതദുഊഹും നിങ്ങൾ വിളിച്ച് തേടുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ. ഈ വിളി എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. വിളിച്ച് തേടുക, വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊരർത്ഥമൊക്കെ കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് വഹാബികൾ. എന്നാൽ ആ വഹാബികളുടെ അർത്ഥം ഇൻതദുഊഹും നിങ്ങൾ വിളിച്ചു തേടുന്നവർ എന്ന് മൻസൂർ അലി നിങ്ങളൊരു അർത്ഥം വെച്ചല്ലോ. ആ അർത്ഥം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ഏത് ആലയത്തിൽ നിന്നാണ് നിങ്ങൾ ആ ഒരു അർത്ഥം പഠിച്ചത്? അത് സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ കാപട്യം കാണിക്കരുത്. ഞാൻ മുജാഹിദോ അല്ലെങ്കിൽ ഞാൻ സുന്നിക്കെതിരോ മുജാഹിദിന് അനുകൂലമോ അല്ല എന്ന് പറയുമ്പോൾ അവർ പഠിപ്പിക്കുന്ന അർത്ഥവും ആശയവും നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ ആശയം നിങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആരുടെ ചാരനാണ്? വഹാബികളുടെ ചാരൻ അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ ചാരൻ എന്നെനിക്ക് പറയേണ്ടി വരും. ഞാൻ കൂട്ടത്തിൽ ചേർത്തി പറഞ്ഞതാണ്. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. ഞാൻ മുജാഹിദുമല്ല, ഒന്നുമല്ല. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ, ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് പറയുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ സത്യങ്ങൾ, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതൊക്കെ സത്യം എന്നുള്ളതിന് എന്താ തെളിവ്? പോട്ടെ. അപ്പോൾ അദ്ദേഹം ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പഠിച്ച് അർത്ഥം പഠിച്ച് എവിടെ എത്തി? മുജാഹിദിൻ്റെ ആശയത്തിലേക്ക് എത്തി എന്നുള്ളതിനൊരു സാമ്പിളാണ് ഞാൻ എന്ത് ചെയ്തത്, പറഞ്ഞത്. ഇനി അക്കൂട്ടത്തിൽ ഈ സക്കീറുമായി സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു പച്ചക്കളവ് പറയുന്നുണ്ട്. എന്താണെന്നറിയാം ആ കളവ്? അദ്ദേഹം പറയുന്ന കളവ്, മുസ്ലിയാക്കന്മാർ പറയുന്നു ദീൻ പൂർത്തിയായിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ത്? ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്നാൽ മുസ്ലിയാക്കന്മാർ പറയുന്നു ദീൻ പൂർത്തിയായിട്ടില്ല. മൻസൂർ അലി പച്ചക്കളവ് പറയുമ്പോൾ, വയറ്റിപ്പഴപ്പിന് വേണ്ടി കളവ് പറയുമ്പോൾ ആലോചിക്കണം, ഇത് ആളുകൾ ചോദ്യം ചെയ്യുമെന്ന്.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏത് പണ്ഡിതനാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞത്? ദീനുൽ ഇസ്ലാം പൂർത്തിയായിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ഒരു തെളിവ് നിരത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ട് കളവ് പറയുമ്പോൾ അതൊക്കെ മാന്യതയോടുകൂടി പറയാൻ ശ്രമിക്കണം. സത്യം പറയണം, കളവ് പറയരുത്. അദ്ദേഹം പറയുന്ന ആ ഒരു ശബ്ദം നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഈ മതം പൂർത്തിയാക്കിയെന്ന്. മുസ്ലിയാക്കന്മാർ പറയുന്നു പൂർത്തിയാക്കിയിട്ടില്ല. ഏത് മുസ്ലിയാരാ പറഞ്ഞത്? ഏത് മുസ്ലിയാരാണ് പറഞ്ഞത്? അതൊന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി മൻസൂർ അലി വയറ്റിപ്പിഴപ്പിന് വേണ്ടി ശ്രമിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയം എന്താണ്? ഇദ്ദേഹം പറയുന്നു ഖുർആനും മൗലിദും പഠിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഖുർആനും മൗലിദും പഠിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് മൻസൂർ അലി പറയുന്നത്. അങ്ങനെ ഖുർആനും മൗലിദും ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ മൗലിദിനെ എതിർക്കുന്നത്, മാലകളെ എതിർക്കുന്നത് എന്നാണ് മൻസൂർ അലിയുടെ വാദം. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഞാൻ മൗലൂദും ഖുർആനും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടും പഠിച്ചിട്ട് വേണമായിരുന്നു സംസാരിക്കാനേ. അപ്പോൾ മൻസൂർ അലി ഖുർആനും മൗലൂദും ഒക്കെ നന്നായി പഠിച്ച ആളാണ്. ഖുർആനും മൗലൂദൊക്കെ നന്നായി പഠിച്ചിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? മൗലൂദൊന്നും ഓതാൻ പാടില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ മങ്കൂസ് മൗലിദാണല്ലോ വിഷയം. ആ മങ്കൂസ് മൗലിദിൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്ത സംഭവം മങ്കൂസ് മൗലിദിൽ പറയുന്നുണ്ട്. അത് പരിശുദ്ധമായ ഖുർആനിന് വിരുദ്ധമാണ്. പരിശുദ്ധമായ ഖുർആൻ അംഗീകരിക്കണമോ അല്ല നിങ്ങളുടെ മൗലിദ് അംഗീകരിക്കണമോ എന്നൊക്കെയാണ് മൻസൂർ അലി എന്ത് ചെയ്യുന്നത്? തട്ടിവിടുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. അങ്ങനെ അള്ളാഹു അവരെ ഭൂമിയിലേക്ക് വിടുകയാണ്. ആ സമയത്ത് അവർക്ക് മാപ്പ് കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുൽ ചെയ്തത് കൊണ്ടാണ് എന്ന് ഈ പറയപ്പെട്ട മൗലൂദിലുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി എന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്നുണ്ട്. ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. ഖുർആൻ അതല്ല പഠിപ്പിക്കുന്നത് എന്ന ഒരു പച്ചക്കളവാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം തട്ടിവിടുന്നത്. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം മൗലിദ് പഠിച്ചതിൻ്റെ കോലമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഖുർആനും പഠിച്ചതിൻ്റെ കോലമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അതിന് വിരുദ്ധമായ എന്തോ ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ പച്ചക്കളവാണ് ഇയാൾ പറഞ്ഞത്. പച്ചക്കളവ് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ പറയുമ്പോൾ നാളെ റബ്ബിൻ്റെ മുന്നിൽ ഒരു കോടതി വരാനുണ്ട് എന്നും ഇതിനൊക്കെ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധം മൻസൂർ അലി നിങ്ങൾക്ക് വേണം. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ രേഖ ഖുർആനാണ്, പരിശുദ്ധ ഖുർആനാണ്. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്ത്. ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതിയതല്ലേ മൗലവി? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ അർത്ഥസഹിതം മനസ്സിലാക്കിയ ആളല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഈ ആയത്ത് കണ്ടില്ലായിരുന്നു. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഫതലഖാ ആദമു മിൻ റബ്ബി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. കണ്ടോ, ഈ ആയത്തിൽ അള്ള പറയാണ് ഫതലഖാ ആദമു മിൻ റബ്ബി. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കി കലിമാത്തിൻ, ചില വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് സ്വീകരിച്ചു. ചില വചനങ്ങൾ സ്വീകരിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കി. ഫതാബ അലൈഹി, ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാപം പുറത്തു കൊടുത്തു. അവിടുത്തെ ആ ജീവിതത്തിൽ അദ്ദേഹത്തെ വിഷമിപ്പിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിനെ അല്ലാഹു പുറത്തു കൊടുത്തു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഈ കെലിമാത്ത് വചനങ്ങൾ, ചില വചനങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ചില വചനങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചു എന്നല്ലേ പറഞ്ഞത്. ഏതാണ് ഈ വചനങ്ങൾ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ല മഹാനവർകൾ ഒരു വിശദീകരണം കൊടുക്കുകയാണ്. വഖാലത്തു ത്വായിഫത്തുൻ, മുഫസ്സിരീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, റഅ മക്തൂബൻ അലാ സാഖിൽ അർഷ്, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അർഷിൻ്റെ തൂണിൽ രേഖപ്പെടുത്തി വെച്ചത് കണ്ടു. എന്താ രേഖപ്പെടുത്തി വെച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് രേഖപ്പെടുത്തി വെച്ചത് ആദം നബി അലൈഹി സ്വലാം കണ്ടു. ഫതശഫഅ ബിദാലിക, ആ മുഹമ്മദുർ റസൂലുള്ളാഹയെ കൊണ്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തവസ്സുലാക്കി. ഫഹിയൽ കലിമാത്ത്, ഇതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കിയ അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന് പറയുന്ന വചനങ്ങൾ ഇതാണ് എന്ന് ഇമാം തൊബരി റഹിമഹുല്ല ഒരു വിഭാഗം മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ തെളിവ് മൗലവി പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് ഖുർആൻ പഠിച്ചത്? തുടക്കം മുതൽ അവസാനം വരെ ഖുർആൻ്റെ അർത്ഥം പഠിച്ചു എന്നൊക്കെ അല്ല നിങ്ങൾ പറയണത്, ആ പാവപ്പെട്ട സക്കീറിനോട് പറയണത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ കോലോ ഞാൻ പറയുന്നത്. ഇനി ഹദീസ് വേണോ? ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവർകൾ ഈ മഹാനവർകളുടെ ഈ സംഭവം ഇമാം ഹാക്കിം റഹിമഹുല്ല തൻ്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ലമ്മ ഖ്തറഫ ആദമുൽ ഖതീഅ ഖാല യാ റബ്ബ് അസ്അലുക ബിഹഖി മുഹമ്മദിൻ ലിമാ ഗഫർതലി. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും ഖതീഅത്ത് ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാ എന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഫഖാല അല്ലാഹു യാ ആദം വ കൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖ്ഹു. അപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് ചോദിക്കുകയാണ്, ആദം നബിയെ, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയും അതിന് വിശദീകരണം നൽകുകയൊക്കെ ചെയ്തു. അങ്ങ് എന്ത് ചെയ്തു? എന്നെ സൃഷ്ടിച്ചു. അങ്ങനെ റൂഹൂതി ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കിയപ്പോൾ അർശിൻ്റെ തൂണിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഫഅലിംതു അന്നക ലം തുളിഫ് ഇലാ ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖ് ഇലൈക്ക്. അതെ, ഞാൻ മനസ്സിലാക്കി, തീർച്ചയായിട്ടും റബ്ബേ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിനക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു സൃഷ്ടിയെ അല്ലാതെ നിൻ്റെ പേരിനൊപ്പം നീ ചേർത്തി പറയില്ല എന്ന് മനസ്സിലാക്കി എന്ന് പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സ്വദഖത യാ ആദം, അതെ, നിങ്ങൾ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ദൈർഘ്യമായ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റഹിമഹുല്ല തൻ്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഈ ഹദീസ് രേഖപ്പെടുത്തിയതിനു ശേഷം മഹാനവറുകൾ പറയുകയാണ്, ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്, ഈ ഹദീസ് ഇസ്നാദ് സ്വഹീഹായതാണ്, ഇത് പ്രമാണയോഗ്യമായ ഹദീസാണ് എന്നുകൂടി മഹാനായ ഇമാം ഹാക്കിം റഹിമഹുല്ല രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ ഹദീസു ആയി. ഇനി മൻസൂർ അലിക്ക് എന്ത് പറയാനുണ്ട്? മൻസൂർ അലി ഇനി എന്ത് പറയാനുണ്ട്? ഖുർആനായത്തും തെളിവായി, പിന്നെ എന്തും തെളിവായി? ഹദീസും തെളിവായി. നിങ്ങൾ മൗലിദ് മനസ്സിലാക്കിയ കോലമാണ് ഞാനീ പറയുന്നത്. ഖുർആൻ മൗലിദ് മനസ്സിലാക്കിയ കോലമാണ് ഞാനീ പറയുന്നത്. ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു സംഭവം എന്താണെന്നറിയോ? മൗലിദിനെ എതിർക്കാൻ വേണ്ടിയിട്ട് മങ്കൂസ് മൗലിദിൻ്റെ വിഷയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഇസ്തിഗാസ നടത്തി.
ഇസ്തിഹാസ നടത്തിയെന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്നു. എന്നാൽ മങ്കൂസ് മൗലിദിൽ പറയുന്ന ഈ സംഭവം അത് എന്താണ്? തെറ്റാണ്, പരിശുദ്ധമായ ഖുർആനിന് വിരുദ്ധമാണ് എന്നാണ് മൻസൂർ അലിയുടെ മറ്റൊരു തട്ടിവിടൽ. അത് നിങ്ങൾ കേട്ടു നോക്കുക. മുഹമ്മദ് നബിയോട് ഇസ്തിഗാസ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നൂഹ് നബി ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സത്യമാണോ? അല്ലേ? സത്യമാണ്. ആണ്. ഖുർആൻ പറഞ്ഞത് തെറ്റാണ് അല്ലേ? അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗാസ നടത്തിയത് സത്യമാണോ? ആ പാവപ്പെട്ട സുന്നി അദ്ദേഹം പറഞ്ഞു സത്യമാണ്. അപ്പോൾ ഖുർആൻ പറഞ്ഞത് എതിര് അല്ലേ? മൻസൂർ അലി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഖുർആനിൻ്റെ ഏത് ആയത്തിനാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തി എന്ന് പറഞ്ഞത്? ഖുർആനിലെ ഏത് ആയത്തിനോടാണ് ഇത് വിരുദ്ധമാകുന്നത്? ഏത് ആയത്തിനോടാണ് ഇത് എതിരാകുന്നത്? അത് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ചുണയുണ്ടെങ്കിൽ പറയണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്തിഗാസ നടത്തി എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഏത് ആയത്തിനാണ് വിരുദ്ധമാകുന്നത്? അങ്ങനെ വിരുദ്ധമാകുമ്പോഴല്ലേ നമ്മളത് തള്ളേണ്ടതുള്ളൂ. അതൊന്ന് നിങ്ങൾ പറയണം കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റൊരു വിഷയം പറയാം. അയാൾ നന്നായി ഖുർആനും അതുപോലെ തന്നെ മൗലിദും മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ചെയ്യുന്നത്, മൗലിദിനെ തള്ളിപ്പറയുന്നത്, മാലകളെ തള്ളിപ്പറയുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ കോലം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരുന്നതാണ്, നിങ്ങൾ നോക്ക്. അതുപോലെ തന്നെ ഇദ്ദേഹം മറ്റൊരു വിഷയം പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്നു എന്നാണ് ഇദ്ദേഹം മറ്റൊന്ന് പറയുന്നത്. മങ്കൂസ് മൗലൂദ് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ അല്ലെങ്കിൽ തവസ്സുൽ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവോട് പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടും അള്ളാഹു തീയിനോട് പറയുകയാണ് വർദ്ധൻ സലാമൻ, നീ രക്ഷയാകുക, നീ സമാധാനമാകുക എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിടലാണ് കേട്ടോ ഇത്. ആദ്യം നമുക്ക് മങ്കൂസ് മൗലിദിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയെന്നുണ്ടോ? ഇല്ല, കള്ളാണ് പറയണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്തിഗാസ നടത്തിയെന്ന് മങ്കൂസ് മൗലിദിലില്ല. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹി സ്വലാം ഹീന ഉൽഖിയ ഫിന്നാർ, തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാശമുണ്ടായിരുന്നു. ഫആദ വസ്വാറ ലഹുബുഹ മുഹമ്മദ, അക്കാരണത്താൽ ആ തീക്കുണ്ടാരം കെട്ടടങ്ങിയതായി എന്നാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത്. ഇദ്ദേഹം എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയിട്ടാണ് രക്ഷപ്പെട്ടത് എന്ന് എന്ത് ചെയ്യുന്നു? മങ്കൂസ് മൗലിദിൽ പിന്നെ പറയുന്നു. അത് പരിശുദ്ധമായ ഖുർആനിനെതിരാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് എന്താണ്? ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. പക്ഷേ അത് പച്ചക്കള്ളമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പച്ചക്കളവ് പറയുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ പറഞ്ഞത്. ഇയാൾക്ക് വിവരമില്ല, ഒരു വിഷയത്തെക്കുറിച്ചും വിവരമില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മേൽ ഏറ്റവും തവക്കുലാക്കിയ മഹാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവിടുത്തെ തവക്കുൽ, അള്ളാഹുവിനോട് അള്ളാഹുവേ നീ എന്നെ രക്ഷിക്കണമെന്നൊന്നും ദ്വാരുന്നില്ല. ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ച് ഇമാം നസഫി റഹിമഹുല്ലാ തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലെത്തി എറിയപ്പെട്ടപ്പോൾ
എന്ത് ചെയ്തു? ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിച്ചു, ഹല്ലക്ക ഹാജ ഇബ്രാഹിം നബിയെ, ഞാൻ വല്ല ഹെൽപ്പും ചെയ്യണോ, എൻ്റെ വല്ല സഹായവും നിങ്ങൾക്ക് വേണോ എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറയാണ്, ഖാല ഫസൽ റബ്ബക്ക, എന്നാൽ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, ദുആ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താണ്? ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലി, ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നതിനേക്കാൾ എൻ്റെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്. അവിടെ കരഞ്ഞു വിളിച്ച് റബ്ബിനോട് ദുആ ചെയ്തൊന്നുമില്ല, അള്ളാഹുവിൻ്റെ മേലിൽ ഭരമേൽപ്പിച്ചു. അള്ളാഹു എന്നെക്കൊണ്ട് എന്താണോ തീരുമാനിച്ചിരിക്കുന്നത്, എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് അങ്ങനെ നടക്കട്ടെ എന്ന ദൃഢവിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ടാണ് ഖലീൽ എന്നുള്ള പേര് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്നത്. ഒരുപാട് കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണം അതാണ്. അള്ളാഹു എന്നെ ഈ തീയിൽ കരിച്ച് കൊല്ലണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഈ ചിന്തയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തീയോട്, ഓ തീ, ഖുൽനാ യാ നാറു കൂനി ബർദം വ സലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തണുപ്പാകണം, രക്ഷയാകണം എന്ന് തീയോട് അള്ളാഹു കൽപ്പിച്ചത് അങ്ങനെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇയാൾ പച്ച കള്ള പറയാണ്. ഖുർആനിൽ അതിന് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആക്കിയത്. മങ്കൂസ് നോദിൽ പറയുന്നു ഇസ്തിഹാസ നടത്തിയെന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ റസൂലുള്ളാഹിൻ്റെ നൂറുണ്ടായിരുന്നു. ആ നൂറുണ്ടായതിൻ്റെ കാരണമായിട്ട് എന്ത് ചെയ്തു? ആ തീ കെട്ടടങ്ങി. ഇതിന് യുക്തിപരമായിട്ട് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിങ്ങൾ നോക്ക്, ഒരുപാട് പ്രവാചകന്മാരെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അരുംകൊല ചെയ്തിട്ടുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കൊല ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ മരിക്കേണ്ട ആളല്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വരേണ്ടത്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താവുകയാണെങ്കിൽ പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതനാവുക? അപ്പോൾ ആ നൂറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ ഉണ്ടായത് കാരണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി ഇവിടേക്ക് വരണം എന്നതുള്ളത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തീയെ കെട്ടടക്കി എന്ന് പറയുന്നതിൽ എന്താ ഇപ്പോൾ കുഴപ്പം? ഇമാമിങ്ങളൊക്കെയും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് ഉണ്ടായത് കൊണ്ടാണ് ആ തീ കെട്ടടങ്ങിയത് എന്നൊക്കെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട്. മൻസൂർ അലി, നിങ്ങൾ കളവ് പറയരുത് ഖുർആനിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ. മനസ്സിലായില്ലേ? എല്ലാം അറിയുന്ന ആളാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ മൻസൂർ അലി, അത് മാറ്റി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരിൽ നിന്നും പഠിക്കാൻ തയ്യാറാവുക. എന്നിട്ട് ഇയാൾ ഖുർആൻ മനസ്സിലാക്കിയതിൻ്റെ ഒരു കോലമാണ് എന്ത്? പരിശുദ്ധമായ മങ്കൂസ് മൗലിദിൽ എന്ത് ചെയ്തു? ആലം എന്നുള്ള ഒരു പരാമർശം, അതും കൂടെ നിങ്ങൾ കേൾക്ക്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു, അതിന് പുറമുള്ളതൊക്കെ ആലത്തിൽ പെട്ടതാണ്. റസൂലുള്ളാഹിന്റെ നൂറ് ആലത്തിൽ പെട്ടതാണ് അല്ല. ഇത് ഏതെങ്കിലും ഒന്ന് ഉത്തരം പറയും നിങ്ങള്? അത് അറിയില്ല എന്ന് പറയാൻ പാടില്ല. ആലത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹിന്റെ നൂറ്. അപ്പൊ ആലത്തിന് മുമ്പേ പഠിച്ചു എന്ന് പറയുമ്പോ അതൊരു വൈരുദ്ധ്യല്ലേ? അപ്പോൾ മങ്കൂസ് മൗലിദിൽ എന്തുണ്ട്? വ ഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം, ആലമിനെ പടയ്ക്കുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹിൻ്റെ നൂറ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു, നൂറ് ഇവിടെ ഉണ്ട് എന്നാണ് മങ്കൂസ് മൗലിദിൽ പറയുന്നത്. അത് വൈരുദ്ധ്യമല്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ കണ്ടുപിടുത്തം. അത് വിവരം ഇല്ലാത്തത് കൊണ്ടാണ്. ഒന്നിരിക്കൽ നൂറ് എന്താകണം? അള്ളാഹു ആകണം എന്ന്, അല്ലെങ്കിൽ എന്താണ് സൃഷ്ടിയും സൃഷ്ടാവുമല്ലാത്ത മറ്റെന്തോ ഒന്ന് ആകണം. ഇത് വൈരുദ്ധ്യമല്ലേ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അത് വിവരക്കേടിൻ്റെ കുറവാണ്. അയാൾ ഇങ്ങനെയൊക്കെ
വിവരക്കേടിലൂടെയാണ് പിന്നെ മൗലിദ് മനസ്സിലാക്കിയതെന്ന് മനസ്സിലാക്കുമ്പോൾ ഇദ്ദേഹത്തിന് എത്ര വിവരമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നേതുവരെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതന്മാരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖാലിഖാന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് മഖ്ലൂക്കിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ മഖ്ലൂക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മഖ്ലൂക്കിൽപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ അത് അഷ്റഫുൽ ഖൽഖാണ് ഹബീബ് റസൂലുള്ളാഹി. ഇന്നേതുവരെ മങ്കൂസ് മൗലിദിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഒരു പണ്ഡിതന്മാരും ആലമിൽ പെട്ടതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കിയത് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഒരൊറ്റ ഉദാഹരണം പ്രിയമുള്ളവരെ പറഞ്ഞു തരാം. എന്താണ്? പിന്നെ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് പറഞ്ഞു, ഇന്നലെ ഒരൊറ്റ കുട്ടിയും ക്ലാസ്സിൽ വന്നിട്ടില്ല, മൻസൂർ മാത്രമേ വന്നോളൂ. ഒരൊറ്റ കുട്ടിയും ക്ലാസ്സിൽ വന്നിട്ടില്ല, മൻസൂർ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇത് പറയുമ്പോൾ ക്ലാസ്സിലിരുന്ന ഒരു കുട്ടി ചോദിക്കുകയാണ്, അല്ല ഉസ്താദേ, മൻസൂർ കുട്ടിയല്ലേ, അവനും ഈ ക്ലാസ്സിലെ വിദ്യാർത്ഥിയല്ലേ, പിന്നെ നിങ്ങൾ ഒരൊറ്റ കുട്ടിയും വന്നില്ല എന്ന് പറഞ്ഞല്ലോ, അത് വൈരുദ്ധ്യമല്ലേ എന്ന് പറഞ്ഞ് ഒരു കുട്ടി ചോദിച്ചാൽ അവൻ എത്ര വിവരമുണ്ട്. അപ്പം അതുപോലുള്ളൊരു പ്രയോഗം മാത്രമാണിത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളാണ് ഖുർആനും മൗലിദൊക്കെ പഠിച്ചിട്ട് ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പഠിച്ചു, എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി മൗലിദൊന്നും പാടില്ല, മാലകളൊന്നും പാടില്ല. വല്ലാത്തൊരു പഠനം ആയിപ്പോയി. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ മറ്റു കുറേ വിവരക്കേടുകളുണ്ട്. അതൊക്കെ മറ്റു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് തരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.